ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ഇതുപോലെ നല്ലതുപോലെ ക്ലാവൊക്കെ പിടിച്ച് കറുത്ത് അഴുക്കൊക്കെ വന്ന നമ്മുടെ ഈ ഗോൾഡ് കവറിങ്ങിൻ്റെ ആഭരണങ്ങൾ ക്ലീൻ ചെയ്യുന്നതാണ്. ഇന്ന് ഞാൻ എടുത്തേക്കുന്നത് ഒരു കൊലുസാണ്, പാദസരമാണ്. അപ്പോൾ ഞാനത് കഴുകിയാണ് കൈ വെച്ചേക്കുന്നത്. സാധാ നമ്മുടെ വെള്ളത്തിലൊന്ന് കഴുകി എടുത്തേ, കാരണം നല്ലതുപോലെ അതിനകത്ത് ക്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാകും. അതുപോലെ തന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആവുമോ എന്നറിയില്ല, കാരണം ഭയങ്കര മഴ നടക്കുവാണ്, ഭയങ്കര മഴ. അപ്പോൾ വേണ്ട ഇതുപോലൊരു കൊലുസിനെ നമുക്ക് ഒന്ന് വീട്ടിൽ തന്നെ ഒന്ന് രണ്ട് വീട്ടിലുള്ള സാധനം വെച്ചിട്ട് മാത്രം നല്ല പോലെ ക്ലിയർ ചെയ്ത് നല്ല കളറോടുകൂടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്കൊരു പാത്രം എടുക്കുക. പാത്രം എടുത്തിട്ട് അതിനകത്തോട്ട് നമുക്ക് പുളിയാണ് എടുക്കുന്നത്, നമ്മുടെ പിഴുപുളി, വാളംപുളി എന്ന് പറയും. ഈ ഒരു സാധനം ഇത്രയും അളവിൽ മതി കേട്ടോ. അതെടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കുക. നല്ല പോലെ നമ്മുടെ കൈവച്ച് അതൊന്ന് തിരുമ്മി കൊടുക്കുക കേട്ടോ. അതായത് നമ്മൾ പുളി പിഴിയുമല്ലോ, അതുപോലെ ഒന്ന് നല്ലതുപോലെ തിരുമ്മി കൊടുക്കുക. ആ ഒരു കുറുക്ക് രൂപത്തിൽ അതിൻ്റെ ആ ഒരു സത്തും ഫുള്ള് ആ വെള്ളത്തിൽ ഇറങ്ങുന്ന രീതിയിലൊന്ന് പിഴിഞ്ഞു കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു ഇതുപോലുള്ള ഏത് ആഭരണം വേണേലും നമുക്ക് വീട്ടിൽ ചെയ്യാം കേട്ടോ. ഞാൻ ഇതുപോലത്തെ നല്ല വീഡിയോസ് എല്ലാം ഇട്ടിട്ടുണ്ട്, നിങ്ങളും ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഒരുപാട് പേര് ചെയ്ത് റിസൾട്ട് കിട്ടി, കമൻറ്റും കാര്യങ്ങളൊക്കെ വന്ന് ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് സോഡാപ്പൊടിയാണ്. ഈ ഒരളവിൽ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കുക. സോഡാപ്പൊടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ രണ്ടും പുളി വെള്ളവും ആ ഒരു സോഡാപ്പൊടിയും കൂടെ മിക്സ് ചെയ്യുക. അപ്പം നിങ്ങൾക്കറിയാം, സോഡാപ്പൊടി മിക്സ് ചെയ്യുമ്പം നല്ല പോലെ പതഞ്ഞ് പൊങ്ങും. അത് നമ്മൾ നാരങ്ങ നീരിനകത്തായാലും ഇതുപോലെ പതഞ്ഞ് പൊങ്ങും കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ആ ഒരു കൊലുസ് ഒരു 5 മിനിറ്റ് ഇതിനകത്തോട്ട് മുക്കി വെക്കുക. ഒരു 5 മിനിറ്റ് മുക്കി വെച്ചേക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതൊന്ന് തിളപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ ആ കൊലുസിനകത്തുള്ള ക്ലാവും കാര്യങ്ങളൊക്കെ കുറേ അങ്ങ് ഇതിനകത്ത് തന്നെ പൊയ്ക്കോളും. അത് കഴിഞ്ഞ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാവേ. ഒരു 5 മിനിറ്റ് അങ്ങനെ വെച്ചേക്കാം. അതിന് ശേഷം ഒരു 5 മിനിറ്റിന് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു പാത്രത്തിനകത്തോട്ട്, ഏതെങ്കിലും ഒരു പഴയ ഒരു പാത്രത്തിനകത്തോട്ട് ഇത് ഇത്രയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ആ പാത്രം തന്നെ ഒന്ന് കഴുകി ഇട്ട് കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, കാരണം ഇതിൻ്റെ ആ ഒരു കുറച്ച് മതി തിളയ്ക്കാൻ, ഒന്ന് തിളച്ചാൽ മാത്രം മതി. അപ്പം നമ്മൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. നമ്മൾ ഈ പാത്രം കൂടെ ഒന്ന് കഴുകി ജസ്റ്റ് അതിനകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കാമെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള കൊലുസോ മാലയോ വളയോ എന്തോ ആയിക്കോട്ടെ, ഇങ്ങനെ ചെയ്താൽ നല്ല റിസൾട്ടാണ് കിട്ടുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ഈ സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ കാണും. അപ്പോൾ അതേണ്ട ഞാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നല്ലതുപോലെ തിളയ്ക്കട്ടെ. ആ തിളച്ച് വരുന്ന ഈ ഒരു ടൈമിൽ നമുക്ക് ഇത് നമുക്കിത് തീ ഓഫ് ചെയ്യാവേ. നമ്മളിത് ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒന്ന് എടുത്ത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം അതിൻ്റെ അഴുക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇച്ചിരി പച്ചവെള്ളം, ഒരു പാത്രത്തിനകത്ത് കുറച്ച് പച്ചവെള്ളം എടുത്ത് വെക്കുക തൊട്ടടുത്ത് തന്നെ. എന്നിട്ട് നമ്മൾ ഈ മാല, ഈ ചൂട് ഇപ്പം നല്ല ചൂടായിട്ടിരിക്കുന്നതാണ്, അത് നമ്മൾ ആ വെള്ളത്തിനകത്തോട്ടൊന്ന് ജസ്റ്റ് ഇട്ട് കൊടുക്കും. ഒന്ന് തണുക്കാൻ വേണ്ടി മാത്രമാണ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ഉള്ളൂ. ഒരു സ്റ്റെപ്പല്ല, 2 സ്റ്റെപ്പ് കൂടെ ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ തന്നെ ഇത്രയും മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിർത്താം കേട്ടോ. അന്നേരം നല്ലതുപോലെ എന്തായാലും ഇത് ക്ലിയറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആ പച്ചവെള്ളത്തിനകത്തോട്ട്, ഒരു പാത്രത്തിനകത്ത് കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് 2 കൊലുസൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് കഴുകാൻ പോവുകയാണ് നമ്മളിത്. ഞാനിവിടെ എടുക്കുന്നത് സോപ്പ് പൊടിയാണ്. ഡിറ്റർജൻറ്റ് പൗഡർ ഏതായാലും കുഴപ്പമില്ല. നിങ്ങൾക്കതില്ല എന്നുണ്ടെങ്കിൽ ഷാമ്പു എടുക്കാം, ഷാമ്പൂവിനകത്ത് കഴുകാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പേസ്റ്റ് എടുക്കാം, ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു ശകലം സോപ്പ് പൊടി, ഡിറ്റർജൻറ്റ് പൗഡറാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് പഴയ ഒരു ബ്രഷ് നമ്മളിതിന് വേണ്ടി മാറ്റി വെച്ചേക്കുക. അപ്പം ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു പഴയ ഒരു ബ്രഷ് ഞാൻ ഈ ഒരു ഇതിന് വേണ്ടി മാത്രം മാറ്റി വെച്ചേക്കുന്നതാണ്. അപ്പം ഇപ്പം തന്നെ നിങ്ങൾ നോക്കുക, അതിൻ്റെ ക്ലാവ്, പച്ച കളർ, ഒരു വലിയ അഴുക്ക് കാര്യങ്ങളെല്ലാം നല്ല പോലെ പോയിട്ടുണ്ട്. അപ്പം നമുക്കിനി സോപ്പ് പൊടി ഉപയോഗിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ. നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ മറ്റുള്ളവരിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ഇടാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ ഒരുപാട് വീഡിയോസ് ഈ ഒരു ടൈപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പം നല്ലതുപോലെ റിസൾട്ട് കിട്ടി. ഒരുപാട് കമൻറ്റും കാര്യങ്ങളൊക്കെ വന്ന് ചെയ്ത് നോക്കി. അതായത് ഒരു 100% ഒരു 95% പേർക്കും റിസൾട്ട് കിട്ടിയതാണ്. പിന്നെ
5% റിസൾട്ട് കിട്ടാഞ്ഞ് അത് നമുക്കറിയില്ല എന്താണെന്ന്. നമ്മളിതുപോലുള്ള ഇമിറ്റേഷൻ്റെ ആഭരണങ്ങളൊക്കെ പെട്ടെന്ന് കറുത്ത് പോകുന്നത് ഒന്നുകിലും നമ്മൾ വിയർപ്പാണ് കൂടുതലും കേട്ടോ. നമ്മളെവിടെയെങ്കിലും യാത്ര പോയിട്ട് വന്നിട്ട് വിയർപ്പടിയുമ്പോഴാണ് പെട്ടെന്ന് ഇത് കറക്കുന്നത് കേട്ടോ. നമ്മൾ നല്ല വില കൊടുത്തൊക്കെ വാങ്ങും, പിന്നെ ഇതുപോലെ ചീത്തയാകുമ്പോൾ നമ്മൾ വീണ്ടും കൊണ്ട് കൊടുക്കും, കളർ ചെയ്യും, ഭയങ്കര പൈസയും കാര്യങ്ങളൊക്കെയാണ്. അല്ലെങ്കിൽ പിന്നെ നമ്മളതങ്ങ് കളയാറാണ് പതിവ്. ഇതിപ്പോൾ ഞാൻ ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഹോം റെമഡീസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും അത്യാവശ്യം പോകുമ്പം പെട്ടെന്നൊന്ന് ഇട്ടുകൊണ്ട് പോകുന്ന ആ ഒരു രീതി തന്നെ നമുക്ക് കിട്ടും. ഞാൻ വേണ്ടി ഇവിടെ നല്ലതുപോലെ കഴുകി എടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി സോപ്പും നല്ലതുപോലെ 2 വെള്ളത്തിലൊക്കെ കഴുകി എടുത്തിട്ട് നമുക്ക് ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്, അത് വേണേൽ സ്കിപ്പ് ചെയ്യാം, എങ്കിലും അത് ചെയ്യുന്നത് നല്ലതാണ്. ഇതിനെ നമ്മൾ നല്ല പോലെ ഒന്ന് ഒരു തുണിക്കകത്ത് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം തന്നെ നിങ്ങൾ നോക്കിയ ആ ഒരു കോലസ് എന്തുമാത്രം നല്ല പോലെ ക്ലിയർ ആയിട്ടുണ്ട്. അതിൻ്റെ അഴുക്കും കാര്യങ്ങളും എല്ലാം നല്ലതുപോലെ പോയിട്ടുണ്ട്. ഇനി ഞാനിത് നല്ലപോലെ ഒന്ന് തുടച്ചുകൊണ്ട് വരട്ടെ. തുടച്ചതിന് ശേഷം നമുക്ക് കുറച്ച് പൗഡർ എടുത്ത് കയ്യിലോട്ടിട്ട് നിങ്ങളിപ്പോൾ തന്നെ നോക്കുക, കുറച്ച് പൗഡർ കയ്യിലോട്ടിടുക. ഇട്ടിട്ട് ഈ ഒരു കൊലുസ് അതിനകത്ത് നല്ലതുപോലെ ഒന്ന് തിരുമിയെടുക്കുക, തട്ടിയെടുക്കുക. അത്രയേ ഉള്ളൂ, നമ്മുടെ കൊലുസിൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞു. പിന്നെ ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കളർ കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ടൈമിൽ കുറച്ച് മഞ്ഞപ്പൊടിക്കകത്ത് ഇതുപോലെ തട്ടിയെടുത്താലും മതി. തട്ടിയെടുത്താലും നല്ലപോലെ കളർ കിട്ടും. ഓവർ കളർ വേണ്ട എന്നുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പിൽ ക്ലോസ് ചെയ്യാം. അപ്പം നമ്മുടെ കൊലുസിൻ്റെ ക്ലിയർ ചെയ്യുന്ന വീഡിയോസ് ഇവിടെ കഴിഞ്ഞു. അപ്പം നിങ്ങളെ ഞാൻ ഒന്നുകൂടെ നല്ലതുപോലെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ സിമ്പിളെന്ന് വെച്ചാൽ വെറും സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ പുളി കാണും, പിന്നെ സോഡാപ്പൊടി കാണും, സോപ്പ് പൊടി കാണും, പൗഡർ കാണും, ഇതെല്ലാം കാണും. അപ്പം നമ്മുടെ വീട്ടിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഗോൾഡ് കവറിങ് ആഭരണങ്ങളുടെ ഒരു ക്ലീനിങ് വീഡിയോ ആണ്, ക്ലിയറിങ് വീഡിയോ ആണ് ഇന്ന് കാണിച്ചത്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കി എത്രത്തോളം നല്ല പോലെ ചീത്തയായ ഒരു പാദസരം കേട്ടോ. അപ്പോൾ ആ ചീത്തയായ ഒരു പാദസരത്തിനെ നമ്മൾ ഇത്രയും നല്ല രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പം നമുക്ക് പുറത്തോട്ട് പോകുമ്പോൾ ജസ്റ്റ് ഇടാൻ പറ്റും. അപ്പം ഞാൻ ഒന്നുകൂടെ നല്ലതുപോലെ കാണിച്ചു തരാവേ. അപ്പം നിങ്ങൾക്ക് ക്ലിയറായിട്ട് മനസ്സിലാകും. ഞാൻ ആദ്യം കാണിച്ച ഒരു രൂപത്തിലല്ല ഈ കൊലുസ് ഇരിക്കുന്നത്. ഇതൊരുപാട് ചീത്തയായിപ്പോയ ഒരു കൊലുസാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലേ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ അതിനെ ഞാൻ ഇത്രയും ഭംഗിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് മാത്രം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ട്, വിശ്വാസമുണ്ട്. അത്രയും സത്യസന്ധതയോടുകൂടി ചെയ്തൊരു വീഡിയോ ആണ്. റിസൾട്ടൊക്കെ നിങ്ങളെ ലൈവായിട്ട് തന്നെ കാണിച്ചാൽ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയറും ചെയ്യുക കേട്ടോ. ഇതുപോലെ ഉപയോഗിക്കുന്ന ഇമിറ്റേഷൻ്റെ ആഭരണങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സും ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ മഴയായതുകൊണ്ടാണ് കുറച്ച് സൗണ്ടും കാര്യങ്ങളുമൊക്കെ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.